ഇനി മലപ്പുറത്തേക്കാണ് നിഖിൽ പ്രമേഷ് നമുക്കൊപ്പം ചേരുന്നു. പല ഹോട്ടലുകളും വിറകടുപ്പിലേക്ക് മാറിക്കഴിഞ്ഞു എന്നാണ് നിഖിലിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഗുഡ് മോർണിംഗ് നിഖിൽ, പറയൂ. ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം കാവുങ്ങലുള്ള സാമാന്യം നല്ല തിരക്കുള്ള ഒരു കടയിലാണ്. ഇവിടുത്തെ അവസ്ഥ പരിശോധിച്ചാൽ അവർക്ക് വളരെ പ്രതിദിനം ഒരു 2 ഗ്യാസ് കുറ്റിയൊക്കെ ആവശ്യമായിട്ട് വരുന്ന കടകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ അത് ലഭ്യമാകുന്നില്ല. അപ്പോൾ മറ്റെന്ത് വഴി എന്ന് ചിന്തിക്കുമ്പോൾ ആളുകളോട് വരുമ്പോൾ അവർക്ക് ഭക്ഷണ സാധനങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് ഈ കടയുടമകൾ കണ്ടെത്തിയ ഒരു ആശയം എന്ന് പറയുന്നത് വിറകടുപ്പിലേക്ക്, പഴയ രീതിയിൽ വിറകടുപ്പിലേക്ക് മാറുക എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഇവിടെ തന്നെ കാണാൻ കഴിയും. അവർ ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ വിറകടുപ്പിലാണ്. അവർക്ക് അത്യാവശ്യം സ്ഥലമുള്ളത് കൊണ്ട് അത് സാധിക്കുന്നുണ്ട്. വിറകടുപ്പിലെ ഭക്ഷണ സാധനങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ അത്യാവശ്യത്തിന് വേണ്ടി ഇപ്പോൾ പൊറോട്ടയൊക്കെ ചൂടാൻ എന്തായാലും വിറകടുപ്പ് കൊണ്ട് സാധിക്കില്ല, അതുമാത്രം ഗ്യാസിൽ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനേ കഴിയൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് തന്നെ പഴയ ആ രീതിയിലേക്ക് പോവുകയാണ്. ഇത് എത്ര ദിവസം ഇങ്ങനെ പോകേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ അവർക്ക് തന്നെ ഒരു വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം ഇങ്ങനെ മുന്നോട്ട് പോകാം എന്നാണ് അവർ കരുതുന്നത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്ന കാര്യം. എന്തായാലും ഇപ്പോൾ മലപ്പുറത്തെ വിവിധ ഹോട്ടലുകൾ സമാനമായ തരത്തിൽ അത്യാവശ്യം സ്ഥല സൗകര്യമൊക്കെ ഉള്ള ഹോട്ടലുകളെല്ലാം തന്നെ ഇത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുന്നു. നമുക്ക് ഈ കടയുടമയോട് തന്നെ ചോദിക്കാം ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനത്തെ ഒരു തീരുമാനമെടുത്തതെന്നുള്ളത്. നിങ്ങൾ എപ്പോൾ മുതലാണ് ഇപ്പോൾ ഈ വിറകടുപ്പിലേക്ക് മാറി തുടങ്ങിയത്? 3 ദിവസമായിട്ടുള്ളൂ. 2 ദിവസം 3 ദിവസമായി. കൂടുതൽ ഗ്യാസ് ഉപയോഗിച്ചിരുന്ന ഇപ്പോൾ വിറകിലേക്ക് മാറിപ്പോൾ വേറെ വഴിയില്ലാതായി, കിട്ടുന്നില്ല. അപ്പോൾ 5 കുറ്റി പറഞ്ഞാൽ 2 കുറ്റി 1 കുറ്റിയെ കിട്ടുന്നുള്ളൂ. ശരിക്കും ഒരു ദിവസം 2 കുറ്റി വെച്ച് വേണം. പക്ഷേ 2 കുറ്റീൻ്റെ അടുത്ത് വേണം ഒരു ദിവസം. എന്തായാലും ആഴ്ചയിലൊരു 6-7 കുറ്റി വേണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.